ഡോക്ടർ ജിജു പി അലക്സ്, ഈ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് കേരളം എന്ന ഈ സംസ്ഥാനത്തിന് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ലഭിക്കേണ്ടതായിട്ടുള്ള പ്രത്യേക സഹായം, സ്പെഷ്യൽ സെൻട്രൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന് മാത്രമായി, കേരളത്തിന് മാത്രമായി ഇങ്ങനെ അതേതെങ്കിലും ഒരു മാസത്തേക്കോ ചില ആഴ്ചകളിലേക്കോ അല്ല, നിരന്തരം തടഞ്ഞു വെക്കുകയാണ്. ആ വലിയ ദുരന്തം സംഭവിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും ആ കാര്യത്തിൽ കേന്ദ്രമെടുത്തിട്ടുള്ള ഈ സമീപനം, ആരെന്ത് വിചാരിച്ചാലും തങ്ങൾക്ക് ഒന്നുമില്ല, അത് കോടതിയായാലും കേരളത്തിലെ ജനങ്ങളായാലും എന്ത് ധരിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ഘടനയിൽ എത്രമാത്രം യോജിക്കുന്ന ഏർപ്പാടാണ്? ഈ വിവേചനമാണ് ആ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഓരോ ഗവൺമെന്റും നടത്തുന്ന പ്രവർത്തനങ്ങളൊന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഒട്ടാകെ കാലാവസ്ഥാ മാറ്റത്തിന്റെ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടക്കാലത്ത് ഇവിടെ പറഞ്ഞിരുന്നു കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നം. ഒരിക്കലുമല്ല, കേരളത്തിൽ മാത്രമല്ല. നമ്മൾ തൊട്ടടുത്ത് ചെന്നൈയിൽ കണ്ടു, ബാംഗ്ലൂരിൽ കണ്ടു, ഏറ്റവും അവസാനം ഇപ്പോ ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലും കാണുന്നു. അതുപോലെ പഞ്ചാബില് കാണുന്നു. ഓരോ സ്ഥലത്തും അതിവർഷം കൊണ്ടും അതുപോലെ തന്നെ ഉരുൾപൊട്ടല്, അതുപോലെ നിരവധിയായിട്ടുള്ള കടലിന്റെ കടന്ന് കയറ്റം എന്നിങ്ങനെ നിരവധിയായിട്ടുള്ള ദുരന്തങ്ങള് അതെ, അതുപോലെ നിരന്തരം ഉത്തരാഖണ്ഡിലും മറ്റും കാണുന്ന നടന്നുകൊണ്ടിരിക്കുകയാണ്. മിന്നൽ പ്രളയങ്ങൾ, രാജ്യ മിന്നൽ പ്രളയങ്ങൾ തലസ്ഥാനത്തെ കടുത്ത നടക്കുന്നു. മഴയെ തുടർന്ന് മുംബൈയിൽ. അതെ, അതെ. ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുരന്തങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പരിഹരിക്കാവുന്ന തരത്തിലുള്ള ബാധ്യതകളല്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതി മുഴുവൻ അട്ടിമറിക്കപ്പെടുന്ന വിധത്തില്, വലിയ തോതിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന വിധത്തിലാണ് ഈ ദുരന്തങ്ങളാകെ വരുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രളയം ഉണ്ടായ സാർ, അവിടെ സമയത്ത് അവിടെ ഒരു കാര്യം കൂടി, പ്രത്യേകിച്ച് ഈ GST വരവോടുകൂടി നമ്മൾക്ക് ആ നികുതിയുടെ ഒരു ഭാഗം മാത്രം ലഭിക്കുന്നു. സ്റ്റേറ്റിൻ്റെതായ വളരെ നികുതി കുറച്ച് പിരിവിൻ്റെ സാധ്യതകളും അവകാശങ്ങളും എല്ലാം ചുരുക്കി കളഞ്ഞിരിക്കുന്നു, നിയന്ത്രിച്ചിരിക്കുന്നു, ഇല്ലാതാക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് സ്വാഭാവികമായും സെൻട്രൽ അസിസ്റ്റൻസ് വേണ്ടതല്ലേ? തീർച്ചയായും അത് വേണ്ടതാണ് എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഇപ്പോ ഇതൊക്കെ ഏതെങ്കിലും ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഈവൻ ശാസ്ത്ര സമൂഹത്തിന് പോലും വളരെ കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റുന്ന തരത്തിലല്ല ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹിക സാമ്പത്തിക നഷ്ടം നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞു വന്നത്. ഇപ്പോ പ്രളയം കേരളം നേരിട്ട സമയത്ത് ഏതാണ്ട് 10-35,000 കോടി രൂപയുടെ നഷ്ടമാണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നീഡ് അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്തത്. അപ്പൊ ഈ മുണ്ടക്കൈ വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തത്തിൽ നമ്മൾ പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന, ഞാനത്തെ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ 2221 കോടി രൂപയാണ് നമുക്ക് വേണം എന്ന് നമ്മൾ നിശ്ചയിച്ചത്. അതിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. പക്ഷെ ആ സമയത്ത് ചെറിയ സമയത്തിനുള്ളിൽ അത്രമാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അതൊരു പ്രൊജക്ഷനാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് ആവശ്യപ്പെട്ടത് എത്ര കോടി രൂപയാണ്? 5700 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. അവരും ഇതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നീഡ് അസസ്മെന്റ് നടത്തിയിട്ട് തന്നെയാണ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5702 കോടി രൂപയാണ് ഉത്തരാഖണ്ഡ് ആവശ്യപ്പെട്ടത്. നമ്മൾ ഇതുപോലെ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ നമുക്ക് എന്താ ലഭിച്ചത് യഥാർത്ഥത്തിൽ? നമുക്ക് ഈ തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റം ഉൾപ്പെടെ അപ്രതീക്ഷിതമായി നടക്കുന്ന ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ സമീപിക്കുന്നതിനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി നമ്മളിത് ആവശ്യപ്പെട്ടപ്പോൾ നമുക്കൊരൊറ്റ പൈസ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. നമ്മൾ മാത്രം ശേഖരിച്ച 740 കോടി രൂപ CMDRF, അതിൽ നിന്നുള്ള തുകയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കോടതി ഇടപെട്ട സമയത്ത് കേരളത്തില് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ഉപയോഗിച്ച് ഒരു 120 കോടി കൊടുക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് ഒരു 120 കോടി രൂപ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടി വന്നു. അത് തന്നെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ പ്രകാരമാണ് വന്നത്. അത് പണ്ട് ഒരു എയർലിഫ്റ്റിംഗ് ചാർജിനായിട്ട് മാറ്റിവെച്ചിരുന്ന തുക എടുത്ത് ഉപയോഗിച്ചോളാൻ നമ്മളോട് പറയുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടും വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടായ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, മൂലധന നിക്ഷേപത്തിന് വേണ്ടി സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കാവുന്ന തുകയിൽ നിന്ന് ഒരു 529 കോടി എടുത്ത് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അത് സഹായമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയുള്ള സഹായമെന്ന് നമുക്ക് കരുതാനേ കഴിയില്ല. വേറൊരു വിഭാഗത്തിൽ കിടന്ന തുക വേണമെങ്കിൽ എടുത്ത് ഉപയോഗിച്ചോളാൻ പറയുകയാണ് ചെയ്തിട്ടുള്ളത്, നമുക്കൊരു അനുവാദം തരികയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അതുപോലെ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്ഥാപനങ്ങളൊക്കെ തന്നിട്ടുള്ള സംഭാവനകളൊക്കെ ഈ തുക വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പുനരധിവാസവും പുനർനിർമ്മാണ പ്രക്രിയയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ എന്തുമാത്രം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നമുക്ക് മുഴുവൻ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഒറ്റയടിക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന ഒരു ദുസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കുള്ളത്. അതിപ്പോ കേരളത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇതേ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അവരെ കൈ അയച്ച് സഹായിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിമാചൽ പ്രദേശിൽ 1,500 കോടി രൂപ ഒറ്റയടിക്ക് പ്രഖ്യാപിക്കുന്നു. പഞ്ചാബിൽ 1,600 കോടി രൂപ പ്രഖ്യാപിക്കുന്നു. ഉത്തരാഖണ്ഡിൽ എത്രത്തോളം കൊടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 5,702 കോടി രൂപയാണ്. നമ്മൾ ആവശ്യപ്പെട്ടത് 2,200 കോടിയാണ്. ഇനിയിപ്പോൾ അത് കുറച്ചാൽ പോലും ഈ തരത്തിലുള്ള പുനർനിർമ്മാണത്തിന് നമുക്ക് സംസ്ഥാന ബജറ്റിൽ നിന്ന് ചെലവഴിക്കാവുന്ന തുകകൾ എത്രയോ കൂടുതലാണ് നമുക്ക് ചെലവഴിക്കേണ്ടി വരിക. തീർച്ചയായും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ള ധനസഹായത്തിൽ ഈ പ്രത്യേക പ്രശ്നം മുൻനിർത്തി സവിശേഷമായ വിധത്തിലുള്ള ധനസഹായം നൽകേണ്ടതായിട്ടുണ്ട്. ഓക്കെ. നമ്മളിപ്പോ കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ കേരളത്തിൽ വന്ന സമയത്ത് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ള നമുക്ക് നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുള്ള കേന്ദ്ര വിഹിതം അല്ലെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള ഈ പദ്ധതി വിഹിതം, ധനസഹായം, അതിനുവേണ്ടി അടുത്ത ഫിനാൻസ് കമ്മീഷനോട് നമ്മൾ ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ സവിശേഷമായ ചില പാരിസ്ഥിതിക പ്രത്യേകതകൾ മുൻനിർത്തി നമുക്ക് കൂടുതൽ ധനസഹായം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ഏതാണ്ട് 600 കിലോമീറ്ററോളം നീളുന്ന തീരപ്രദേശമുണ്ട്. ആ തീരപ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെയാണെന്ന് പറയാം, വലിയ തോതിലുള്ള കടൽക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, തീരം അതിക്രമിച്ചു കയറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ ചെല്ലാനം പോലെയൊരു സ്ഥലത്ത് നമ്മൾ വലിയ തോതിൽ തീരത്തെ അതിക്രമിച്ചു കയറുന്നത് തടയാൻ നമുക്ക് കഴിഞ്ഞു. അത് വലിയ തോതിലുള്ള ജനപ്രീതിക്ക് കാരണമായിട്ടുണ്ട്. ആ പ്രദേശം പൂർണ്ണമായും അത്തരത്തിൽ കടലാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ജനങ്ങള് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു. പക്ഷെ കേരളത്തിലെ മുഴുവൻ കടലാക്രമണം നേരിടുന്ന സ്ഥലത്തും അത്രയും തുക ചെലവഴിച്ച് നമുക്ക് അതുപോലെയുള്ള കടൽ ഭിത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ 2-3 വർഷം കൊണ്ട് തീർക്കാവുന്ന ഒന്നല്ല. അത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ മൊത്തമായി ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ആ സമയത്ത് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടുന്ന, ഇതിനുവേണ്ടി സവിശേഷമായി ലഭിക്കേണ്ടത്, പ്രത്യേകമായിട്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന ധനവിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, കേരളം ഒരു ചെറിയ തുരുത്താണ്, നമുക്കറിയാം. പശ്ചിമഘട്ടവും അതുപോലെ തന്നെ തീരപ്രദേശവും ഒക്കെ ഉള്ള ഒരു നീണ്ടു കിടക്കുന്ന വളരെയധികം പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ ആഗോള തലത്തിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കാലാവസ്ഥാ മാറ്റത്തെ ഒരു യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് ആ കാലാവസ്ഥാ മാറ്റം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ അതിജീവിക്കുന്നതിനുള്ള അതിജീവനക്ഷമത ജനങ്ങൾക്ക് നൽകുക. പ്രത്യേകിച്ച് ദുർബലരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്. ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ അവരാണ്. മത്സ്യത്തൊഴിലാളികൾ, സാധാരണ കർഷകർ മുതലായിട്ടുള്ള ആൾക്കാർ. ഇവരെങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക? ഇത് കാണേണ്ടതല്ലേ? ഇത് സത്യം പറഞ്ഞാൽ ധനം വീതം വെക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഇതുവരെയും അവർ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഫിനാൻസ് കമ്മീഷന്റെ ഒക്കെ ഒരു പൊതു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതിന്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിൽ ഈ ധനവിഹിതം വിഭജിച്ച് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നമുക്ക് പറയാം, തീർച്ചയായും വലിയ തരത്തിലുള്ള ബഹുജന ശ്രദ്ധ വരേണ്ടതാണ്. വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്ന് വരേണ്ട ഒരു വസ്തുതയാണ് എന്നുള്ളത് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്.